ചെമ്മീൻ ചാട്ടം നോക്കി, ചെമ്മീൻ ചാട്ടം നോക്കി. ആഹാ, ഹലോ മച്ചാമാരെ, നമ്മുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നേക്കണ ഒരു അടിപൊളി മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വള്ളത്തിലാണ്. വള്ളത്തിൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം കൊല്ലത്താണ് കേട്ടോ. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അത് ഇടയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും തങ്കശ്ശേരി വാടി. ഇന്നിപ്പോൾ നിൽക്കണം നമ്മൾ തങ്കശ്ശേരി എന്നാണ് വള്ളം എടുക്കുന്നത്. തങ്കശ്ശേരി പറയുകയാണെങ്കിൽ 2018 പ്രളയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ദുരിതത്തിൽ നിന്ന സമയത്ത് ആദ്യമായിട്ട് ഫൈബർ വള്ളവും കൊണ്ട് ഓടി എല്ലാവരെയും വന്ന് രക്ഷിക്കാൻ വന്ന കടലിൻ്റെ മക്കളുടെ സ്ഥലത്താണ് ഞാൻ ഇന്നുള്ളത്. അവരുടെ കൂടെയാണ് ഇന്ന് ഞാൻ കടലിൽ പോണത്. ഇന്ന് അത്യാവശ്യം കടലും കാറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്തരീക്ഷത്തിൽ മഴ കുറവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ചെമ്മീൻ പിടിക്കാനും അതുപോലെ ചൂടയെന്ന് പറഞ്ഞാൽ കൊഴുവ, അതൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ളൊരു വലയും വെച്ചിട്ട് കുഞ്ഞു വള്ളം, ഇത്രയും ഒരു കുഞ്ഞു വള്ളം ഞാൻ നിങ്ങളിലോട്ട് അധികം കാണിച്ചിട്ടില്ല. ലൈലാൻഡ് വള്ളം തന്നെയാണ് കേട്ടോ, ഡെപ്പ വള്ളമല്ല. ലൈലാൻഡ് വള്ളം തന്നെ ക്യാരിയറും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ച് നമ്മൾ നേരെ കടലിലോട്ട് പോവുകയാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അങ്ങനെ ഇതാണ് നമ്മുടെ വള്ളത്തിൻ്റെ സ്രാങ്ക് കേട്ടോ. ഉണ്ണിക്കുട്ടൻ വള്ളത്തിലെ സ്രാങ്കാണ്. സ്രാങ്ക് നേരെ വള്ളം ഓടിച്ച് അത്യാവശ്യം നല്ല കടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു രീതിയിൽ കാറ്റുമുണ്ട്. അങ്ങനെ എല്ലാ വള്ളങ്ങളും ചെമ്മീത്തിന് വേണ്ടി വല അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെന്ത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കേണ്ട വല അടിക്കാനായിട്ട്. ആര്യക്കാരൻ അവിടെ നിന്ന് ആര്യ കാണിച്ച ദേ പറഞ്ഞ് നിൽക്കല് ഒരൊറ്റ ചാട്ട് വരുന്നു. ഇനിയുള്ള കാഴ്ച നിങ്ങൾ കണ്ടോട്ടാ. പേര് പോലെ തന്നെ കുഞ്ഞൊരു വള്ളമുണ്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ. അങ്ങനെ വേഗം തന്നെ വലടിയും കാര്യങ്ങളും കഴിഞ്ഞ് കമ്പയും കാര്യങ്ങളും കയറ്റണ ഒരു കാഴ്ചയാണ് കേട്ടോ. വീഞ്ചിലോട്ട് റോപ്പ് കയറ്റണം. 2 സൈഡും റോപ്പ് എടുത്തിട്ടുണ്ട്. വേഗം തന്നെ വീഞ്ചിലോട്ട് കൊടുക്കുകയാണ് റോപ്പ് ഇട്ടാ. ഈ ഒരു സമയത്ത് ചെമ്മീൻ കുട്ടന്മാർ ചാടി ഓടി കളി തുടങ്ങി. അപ്പോൾ ഈ ഒരു ചെമ്മീൻ കുട്ടന്മാരെ പേടിപ്പിച്ച് വലക്കുള്ളിൽ നിർത്താൻ വേണ്ടി പാത്രോട്ട് കൊട്ടണം അല്ലെങ്കിൽ കിളിക്കണം എന്ന് പറയാട്ടാ. അങ്ങനെ റോപ്പും കാര്യങ്ങളും പയ്യെ എടുക്കുകയാണ് കേട്ടോ. 2 സൈഡും റോപ്പ് എടുക്കുന്നുണ്ട്. റോപ്പ് അതിനനുസരിച്ച് അവിടെ ചുറ്റി കയറ്റാണ് കേട്ടോ. ഇനി റിങ്ങെല്ലാം കയറി കഴിഞ്ഞാൽ വല പയ്യെ പിടിച്ച് കയറ്റാണ്. അപ്പോൾ ഈ ഒരു വലയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയ കുഞ്ഞു കണ്ണിയാണ്. ഈ ചെമ്മീനും അതുപോലെ കൊഴുവയെന്നൊക്കെ പറയുമ്പോൾ ചെറുതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ കണ്ണിയാണ്. അതുകൊണ്ട് ഈ കണ്ണിക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വലക്കുള്ളിൽ നിന്ന് മീനായാലും ചെമ്മീനായാലും പുറത്തോട്ട് പോകില്ല. ഇനി നമ്മൾ നേരെ അടിച്ച വലയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ മൊത്തമായിട്ട് ഇങ്ങനെ കിടക്കണം. നമ്മൾ അടിച്ചിട്ടേക്കണ വലയാണ്. നമ്മൾ പോയ രീതിയിലല്ല വല കിടക്കണത്. വെള്ളത്തിന് ഒഴുക്കുള്ളത് കൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തിന് വലിവുള്ളത് കൊണ്ട് നമ്മൾക്ക് അടുത്തോട്ടായിട്ട് പല രീതിക്ക് അല്ലെങ്കിൽ പല രീതിയിലായിട്ട് കിടക്കുകയാണ് വള്ളം. അങ്ങനെ മൊത്തമായിട്ട് വല ഏകദേശം കയറി വന്നൊരു കാഴ്ചയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വല മൊത്തത്തിൽ ചുരുങ്ങി. ഇനി ചെമ്മീൻ ചാട്ടം കൊണ്ട് ഈ കാണുന്നത്. അങ്ങനെ വല മൊത്തത്തിൽ ചുരുങ്ങിയ വലയിലുള്ളത് ചെമ്മീനാണ് കാണുന്നത്. പൂവാലൻ, അതുപോലെ തന്നെ കടൽച്ചൊറിയുണ്ട്, ജെല്ലി ഫിഷ്, പിന്നെ
ചൂട അല്ലെങ്കിൽ കൊഴുവേണ് ആ കാണുന്നത്. അത് ചുരുക്കം 1 2 എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ വെള്ള കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് അയിലക്കുട്ടന്മാരും ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ കോരൽ മാലി വെച്ച് കോരി എടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു മാലി വെച്ച് കോരണ സമയത്ത് നമ്മുടെ ഈ ഒരു കുഞ്ഞു വല ചെയ്തുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കീറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കീറ്റ് അല്ലെങ്കിൽ ആ ഒരു മുറി എന്ന് പറയും, ആ ഒരു ഭാഗത്തിലെ കീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വല പൊട്ടിപ്പോണ ഒരു ഭാഗത്തിനെ പറയണ കീറ്റ്, മുറിയുക എന്നൊക്കെ പറയും. അതിനൊരു ഭാഗമാണ് ഈ കീറ്റ് എന്ന് പറയണ കേട്ടാ. ആ ഒരു കീറ്റിൽ കൂടി ചെമ്മീൻ ഊർന്നു പോകുന്നുണ്ടായിരുന്നു. നമ്മളത് കണ്ടില്ല, പിന്നീടാണ് അത് കണ്ടത് കേട്ടാ. അങ്ങനെ ചെമ്മീൻ കയറി വരുന്നതനുസരിച്ച് വല അവിടെ കീറി പോവേണ്ട. കുറച്ച് ചെമ്മീൻ ഏകദേശം ഒരു കള്ളി ചെമ്മീനോളം കടലിലോട്ട് പോയിട്ടുണ്ട്, വല കീറി അതിൻ്റെ ഉള്ളിൽ കൂടി. അത് കഴിഞ്ഞപ്പോഴും നമ്മൾ കരുതി വലയുടെ കീറൽ ഭാഗം പിടിച്ചു വെക്കുമ്പോൾ ഇനി അങ്ങോട്ട് ചെമ്മീൻ കോരാൻ പറ്റുമെന്ന്. പക്ഷേ അതല്ല സംഭവിച്ചത്. കടലിൻ്റെ ആയപ്പ് കൂടുതലനുസരിച്ച് വീണ്ടും ആ ഒരു കീറൽ വലുതായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു കീറൽ നിങ്ങൾക്ക് സൈഡിൽ നിന്ന് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു സൈഡിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ചേട്ടൻ കൈ പിടിച്ച ആ ഒരു ഭാഗത്ത് വല ഇങ്ങനെ കീറി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടാ. ഈ ഒരു സമയത്ത് കടലിൽ പണി വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു. ആ ഒരു വലയുടെ ഒരു ഭാഗം നമ്മൾ ആ സൈഡിലോട്ട് മാറ്റി, കീറിയ ഭാഗം മീനെല്ലാം അല്ലെങ്കിൽ ആ ഒരു ചെമ്മീനെല്ലാം നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി. ചെമ്മീനെ പിന്നെ കൊഞ്ചെന്നും പറയും, അതും കൂടി അറിഞ്ഞിരിക്കട്ടെ. കൊഞ്ചെന്ന് പറയണത് ഈ ഒരു പൂവാലൻ ചെമ്മീൻ അല്ലെങ്കിൽ മൊത്തത്തിൽ ചെമ്മീനെ കൊഞ്ചെന്ന് പറയും. എന്നാൽ ഈ എറണാകുളം ഭാഗത്തോട്ടൊക്കെ അങ്ങോട്ട് വരുമ്പോൾ ചെമ്മീൻ എന്നാണ് കൂടുതലും പറയണമെങ്കിൽ, കൊല്ലം ഭാഗത്തോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കൊഞ്ചെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഉള്ള ചെമ്മീനിന് നമ്മൾ നേകം കോരി എടുക്കുകയാണ്. ഒരു മാല് വെച്ച് കോരിയിട്ട് ബാക്കി മുറി വെച്ചെടുക്കണ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ മുറി വെച്ചെടുക്കണത് എങ്ങനെയാണെന്ന് ഞാൻ ഈ കാട്ടിത്തരാട്ടാ. മുറിച്ച് ഇങ്ങനെ എടുക്കും, ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി. അങ്ങനെ മുറി വെച്ച് ചെമ്മീനെല്ലാം നമ്മൾ ആ ഒരു കൊച്ചു കള്ളിയിലോട്ട് ആക്കേണ്ട. ഒരു കള്ളിയിലോട്ട് മാത്രം ആക്കിയാണ്. ഏകദേശം ഒരു കള്ളി ചെമ്മീനാണ് കിട്ടിയത്. അതിന് എത്ര രൂപ വിളി വന്ന് അല്ലെങ്കിൽ എത്ര രൂപ കിട്ടിയെന്ന് അറിയണ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറ, അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം. അങ്ങനെ ചട്ടി കിടന്ന് ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആവണം. നമ്മുടെ കൊല്ലത്തുള്ള ചേട്ടന്മാരുടെ നല്ല അടിപൊളി ചെമ്മീൻ കറി, അല്ലെങ്കിൽ കൊല്ലത്തെ കടലിലെ മക്കളുടെ ചെമ്മീൻ കറിയാണ് ഇനി ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തരാൻ പോണ. അത് നല്ല കിടിലനായിട്ട് ഉപ്പിൽ വേവിച്ചിട്ടാണ് ആ ഒരു കറി ഉണ്ടാക്കണേ കേട്ടാ. ആ ഒരു കാഴ്ചയും കാര്യങ്ങളും നിങ്ങൾക്ക് കാട്ടിത്തരാം. അങ്ങനെ ലാസ്റ്റ് കലാശക്കോട്ടം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടിയുള്ള ചെമ്മീൻ്റെ കയറ്റണ ഒരു കാഴ്ച കേട്ടാ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ മീൻ വെട്ടണേന്ന്, ചെമ്മീൻ കറിയാണ് വെക്കണേന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് ഈ മീൻ വെട്ടി കാണിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ കൊമ്പാ നീ ഞങ്ങളെ പറ്റിച്ചതാണെന്ന്. ശരിക്കും പറ്റിച്ചതൊന്നും അല്ല കേട്ടാ. ആദ്യം നമ്മൾ ചെമ്മീൻ തന്നെയാണ് കറി വെക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടന്മാർ
ചെമ്മീൻ എടുക്കാതെ കുറച്ച് മീനെടുത്ത്. അപ്പോൾ ഈ ഒരു മീനെടുത്ത് വെട്ടണയും കാര്യങ്ങളും കണ്ടപ്പോൾ നമ്മുടെ സ്രാങ്ക് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് ചെമ്മീൻ മതി, മീൻ വേണ്ടാന്ന് പറഞ്ഞ് കറിക്ക്. അങ്ങനെ മീൻ വെട്ടിയ മീനല്ലേന്ന് ഓർത്ത് ഇവരത് വെട്ടി കുറച്ച് കറിക്ക് കൊണ്ടുപോകാമല്ല, വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനി അമ്മമാരല്ലെങ്കിൽ ചേച്ചിമാർ മീൻ വെട്ടി കഷ്ടപ്പെടണ്ടല്ലോ എന്ന് ഓർത്ത് അവർ ആ എടുത്ത മീൻ കുറച്ച് വെട്ടി ക്ലീൻ ആക്കണ ഒരു കാഴ്ച കേട്ടാ. എന്തായാലും ഈ ഒരു മീൻ കറിക്ക് കൊണ്ടുപോകുള്ളൂ. ചെമ്മീൻ നമ്മൾ അതിനകത്തോട്ട് വള്ളത്തിലോട്ട് ആക്കിയിട്ട് അതിൽ നിന്ന് തിരിഞ്ഞെടുത്ത മീനാണ്. ഇതിനി അവർ കറിക്ക് കൊണ്ടുപോകട്ടാ. തൊണ്ടെല്ലാം കളഞ്ഞ് ചെമ്മീൻ ഇവിടെ 4 പ്ലേറ്റിലാക്കി വെച്ചേക്കാണ്. നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ, പൂവാലൻ. ഇനി ഒമ്മാരെ വെച്ച് അങ്ങോട്ട് കറി റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ ചെമ്മീൻ തൊണ്ടെല്ലാം മുലിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകണം. കുറേ നേരം അങ്ങോട്ട് കഴുകിയാൽ അതിൻ്റെ ഉള്ളിലെ കളിയും കാര്യങ്ങളൊക്കെ പോവും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് പോവും. അതുകൊണ്ട് അധികം നേരം ഇട്ട് ചെമ്മീൻ കഴുകാൻ പറ്റൂല കേട്ടോ. ചെറുതായിട്ടൊന്ന് തിരുമ്മി ഒന്ന് കഴുകിയിട്ട് നേരെ അത് വെള്ളമൊക്കെ അങ്ങോട്ട് കുടഞ്ഞ് ഇങ്ങോട്ട് പ്ലേറ്റിലോട്ട് ആക്കിയാണ് കേട്ടോ. ചെമ്മീൻ കറി വെക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോട്ടാ, അല്ലെങ്കിൽ നോട്ട് ചെയ്തെങ്കിലും വെച്ചോ. ആദ്യം തന്നെ ചെമ്മീനെടുത്ത് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് മൊത്തമായിട്ട് മുക്കിയിട്ടിട്ടില്ല, കുറച്ച് വെള്ളത്തിൽ ചെമ്മീൻ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ മഞ്ഞപ്പൊടി ഇട്ട് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി പോവേണ്ട. നല്ലതുപോലെ ഉപ്പിൽ വേവിക്കലെന്ന് പറയും. ഇനി കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണ ഒരു കാഴ്ചയാണ് ഇനി ചെയ്യാൻ വേണ്ടി പോണേട്ടാ. അങ്ങനെ കൊടംപുളിയൊക്കെ ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പം തന്നെ നല്ലൊരു മണം മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറി വരേണ്ട. ചൂടൻ ചോറും ഈ ഒരു ഉപ്പിൽ വെന്നതും കൂട്ടി തന്നെ കഴിക്കാട്ട. നന്നായിട്ട് ഇങ്ങനെ കുടുകുടൂന്നും പറഞ്ഞ് തിളക്കുകയാണ് ചെമ്മീൻ. അങ്ങനെ ഉപ്പിൽ വെന്ത ചെമ്മീൻ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടാ ആ ഒരു കലം മാറ്റിയിട്ട് ഇനി ഉരുളി വെക്കുകയാണ്. ഉരുളി വെച്ച് ചെമ്മീൻ കറി നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പാസ്സാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഉരുളിയിലെ വെള്ളവും കാര്യങ്ങളും കളഞ്ഞ് ഇനി നേരെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. നല്ല കുടുകുടൂന്നും പറഞ്ഞ് പൊട്ടിത്തെറിക്കൂട്ടാ കടുകൂട്ടന്മാർ. പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് നമ്മുടെ ചേട്ടനൊന്ന് ഫയറാക്കിയതാണ് കേട്ടാ. തീയൊന്ന് ആളിയതാണ്. ഭാഗ്യത്തിന് വേഗം തന്നെ ആൾ ഗ്യാസിൻ്റെ സ്പീഡൊന്നല്ലെങ്കിൽ ആ ഒരു ഇത് കുറച്ച് സ്ലോവിൽ അങ്ങോട്ട് ഇട്ട് പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി കൂട്ടി ഒരു ഇളക്കും പിന്നെ തക്കാളിക്കുട്ടന്മാരെയും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇനി അങ്ങോട്ട് വാട്ടിയെടുക്കാൻ വേണ്ടി പോവേണ്ട. അടുക്കി പിടിക്കാതെ ശരിക്കും ഒന്ന് കയ്യിലുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കളിക്കണം. പിന്നെ അതിനകത്തോട്ട് പൊടിക്കൂട്ടുകളെല്ലാം ചേർത്ത്, എനിക്ക് പൊടിക്കൂട്ടുകളുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതിനിടയ്ക്ക് ഞാനൊന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ എന്തൊക്കെയാണ് ചേർത്തതെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് അങ്ങനെയുള്ള എല്ലാം ചേർത്താണ് ഈ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ പയ്യെ ഒന്ന് പുകഞ്ഞ് വരണ്ട്. അപ്പോൾ വേഗം തന്നെ അടുക്കി പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കിയിട്ട് അതിനകത്തോട്ട് ഇത്തിരി ചെമ്മീൻ നേരത്തെ ഉപ്പിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ ചാറ് അല്ലെങ്കിൽ ആ ഒരു വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പം അതുകൊണ്ട് കറി വേഗം തന്നെ റെഡിയായി വന്നിട്ട് ചാറായിട്ടാ. ഇനി ആ ചാറിനകത്തോട്ട് ഉപ്പിൽ വെന്ത ചെമ്മീൻ തട്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തേക്കാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ഗ്രേവി പോലെ അങ്ങോട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് ഇനി ആ കറി ഒന്ന് പറ്റി വന്നാൽ മതി. നല്ല കുട്ടുകുട്ടൂന്നും പറഞ്ഞിങ്ങനെ തിളച്ച് തുടങ്ങി ചെമ്മീൻ നല്ലൊരു മണവും. എൻ്റെ പൊന്നെ വായിൽ ഇപ്പം തന്നെ കപ്പൽ ഓടിയട്ടാ. നിങ്ങൾക്ക് ഇന്ന് എന്താണ് കറി എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞോ. ഇവിടെ അതേ നല്ല ചെമ്മീൻ കറിയാണത്, ഇങ്ങനെ അങ്ങോട്ട് മുങ്ങിക്കിടക്കുകയാണ്. ഈ ഒരു ചെമ്മീൻ കറിക്ക് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എവിടെ കോരിയാൽ ചെമ്മീനാണ്. അങ്ങനെ ആ ചെമ്മീൻ കറിയും ചോറും കൊണ്ട് ഞാൻ അങ്ങോട്ട് ഒരു സൈഡിലോട്ട് പിടിച്ച്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടൽ കോമൻ്റെ ചാനലൊക്കെ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാട്ടോ. അപ്പോൾ ഇനിയും നല്ല അടിപൊളി കിടിലം വീഡിയോ ആയിട്ടൊക്കെ ഞാൻ പുറകെ വരും.
അതിൻ്റെ ഇടയിൽ നമ്മുടെ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടായിരുന്നു ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞ്. സംഭവം ആ ഒരു ടിക്കറ്റും കാര്യങ്ങളും നമ്മൾ നടത്തി അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് എടുത്തവർക്കെല്ലാം നമ്മൾ ആ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ പേര് നെഗറ്റീവ് കമൻറ്റൊക്കെ ഇട്ടിട്ട് പറയുന്നുണ്ട്, നമ്മളതൊന്നും മൈൻഡ് ചെയ്യണില്ല, അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമുക്ക് ആ ഒരു കള്ളി ചെമ്മീന് ഏകദേശം 40,000 രൂപയാണ് ലേലം വിളിച്ച് കിട്ടിയതട്ടാ. അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ലാസ്റ്റ് ഞാൻ പറയാമെന്ന്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ കിട്ടിയ ചെമ്മീൻ കറി ആ ചാറും കൂടി ഇങ്ങനെ കുഴച്ചങ്ങാട് ഇതേ പിടിച്ചിട്ട് ആഹാ നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല കിടിലൻ ചെമ്മീൻ കറി കേട്ടാ. ചൂടൻ ചോറ് ഇങ്ങനെ കൈ പൊള്ളയാണ്, എന്നിരുന്നാൽ പോലും അത് ഇങ്ങനെ അങ്ങോട്ട് ചാറും കൂടി അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് കഴിക്കുമ്പോഴില്ലേ നല്ല എരിവും പുളിയും ഒക്കെ ഉപ്പും ഒക്കെ കറക്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ. അപ്പോൾ ഇതാണ് നമ്മൾ വെളുപ്പിന് പണിക്ക് പോയ വള്ളം, ഉണ്ണിക്കുട്ടൻ. ചെറിയ വള്ളമാണ്, പേര് പോലെ തന്നെ ചെറുതാണ്. എന്നാൽ പോലും നമുക്ക് ചെമ്മീൻ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കരയിലോട്ട് പോവുകയാണ്. നല്ല അടിപൊളി ചെമ്മീൻ കറി, കൊല്ലം സ്റ്റൈലിൽ കൊല്ലംകാരുടെ രീതിയിൽ നല്ല കിട്ടില്ല ചെമ്മീൻ കറി കാര്യങ്ങളും കഴിച്ച്. പിന്നെ നമ്മൾ വല അടിച്ചപ്പോൾ കുറച്ച് ചെമ്മീനും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കരയിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ വലിയ ബോട്ടുകൾ ആഗസ്റ്റ് 1-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി അർദ്ധരാത്രിയോടെ കടലിൽ പോകും. ഞാൻ പോകാൻ നിൽക്കുന്നത് കർണാടക എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് വരുമ്പോൾ അടിപൊളി കിട്ടില്ല ഫിഷ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരും. അപ്പോൾ അതുവരെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. ഇതാണ് നമ്മുടെ വള്ളോട്ടായ നമ്മൾ ഇന്ന് പോയത്. ഇപ്പോൾ കുറച്ച് വലപ്പണിയും കാര്യങ്ങളൊക്കെ വള്ളത്തിൽ നടക്കുകയാണ് കേട്ടാ, വലപ്പണിയും കാര്യങ്ങളും നടക്കുകയാണ്. ചാറ്റാ അപ്പോൾ ചാറ്റയൊക്കെ തരുന്നുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിയറിൽ കയറി കരയിലോട്ട് പോകണം. വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു വിളിക്കാം. അപ്പൊ കരയിലോട്ട് പോകണം. അപ്പൊ ഇത് കരിയർ ഓടിക്കണായിട്ടാണ് കേട്ടോ നമ്മളെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ടാറ്റ, ഇനി നല്ല അടിപൊളി ക്രിക്കറ്റ്. ബൈ.